ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കഴിഞ്ഞ് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബും ഗോളൊന്നും നേടാൻ കഴിയാതെ രണ്ട് ടീമുകളും വിരസമായ ഒരു സമനിലയിലാണ് ആദ്യ പകുതി അവസാനിച്ചതെന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ആദ്യ പകുതിയിൽ നടന്നു എന്ന് വ്യക്തമായിട്ട് പറയാം. കളിക്കളത്തിലെ സ്റ്റാറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബിന് കേരള ബ്ലാസ്റ്റേഴ്സിന് മേൽ വ്യക്തമായിട്ടൊരു എഡ്ജുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പഞ്ചാബ് എഫ് സി 5 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉതിർക്കാൻ കഴിഞ്ഞത് കേവലം 1 മാത്രമാണ്. പിന്നെ ഓൺ ടാർഗറ്റിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഷോട്ട് അബദ്ധവശാൽ അടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. അല്ലാതെ ആക്യുറസി, കൃത്യത ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ബോൾ പൊസിഷന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിന്നുവെങ്കിൽ പോലും തുടക്കത്തിൽ മത്സരത്തിന്റെ നിയന്ത്രണം ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ പോലും പിന്നീട് പഞ്ചാബ് കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് പാസുകളുടെ എണ്ണത്തിൽ 191 പാസുകൾ ആദ്യം ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പഞ്ചാബിന് കഴിഞ്ഞത് 147 പാസുകൾ മാത്രമാണ്. പാസിംഗിന്റെ കൃത്യതയിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിന്നു. പക്ഷേ 70% പാസിംഗ് ആക്യുറസി ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു. പക്ഷേ പഞ്ചാബിന്റെ പക്കൽ 64% മാത്രമേ പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നുള്ളൂ. ഇനി നെഗറ്റീവ് സെൻസിൽ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 3 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ പഞ്ചാബ് ആകെ ഒരെണ്ണം മാത്രമാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് വ്യക്തമായ ആധിപത്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്ന കാഴ്ച കണ്ടു. കൊയേഫ് തുടക്കത്തിൽ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും പിന്നീട് കൊയേഫിന് കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സും മൊമെന്റത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. രാഹുൽ കെ പി തന്റെ ആ നഷ്ടപ്പെട്ടു പോയ ദീർഘകാല പ്രതാപം തിരിച്ചെടുക്കും എന്ന് വ്യക്തമാകുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ട് ടീമുകൾക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പിന്നെ വിങ്ങുകൾ സ്വിച്ച് ചെയ്ത് കളിക്കുന്നുണ്ട്. അഡ്രിയാൻ ലൂണയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നോഹാസ് ലൂയി എന്ന് തന്നെയാണ്. അഡ്രിയാൻ ലൂണയെ പോലെ തന്നെ ടീമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിന്നിലോട്ട് ഇറങ്ങാൻ നോഹാസ് ലൂയി ശ്രമിക്കുന്നുണ്ട്. സോ ലൂണയ്ക്ക് പകരം ഇനി നോഹ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്ലോഡ് ചെയ്തു.